ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മക്രോണി ഈ രീതിയിൽ തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. നമ്മൾ അതിനു വേണ്ടി മക്രോണി വെള്ളത്തിലിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാളയാണ്, അതേപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബീൻസാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതേപോലെ ബീൻസ് കൂടെ ചേർത്ത് ശകല ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി ചേർത്തുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സോയാ സോസ്, അതേപോലെ ടൊമാറ്റോ സോസ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എൻ്റെ കയ്യിലൊരു പാസ്ത മസാല ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്തയിലേക്ക് കുറച്ച് ഒറിഗാനോയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.